എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ നയനയും ദേവേനെയാണ് കാണിക്കുന്നത്. അപ്പോൾ കഷായം കുടിച്ചതിനെ കുറിച്ചൊക്കെ നയന ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കി തരല്ലേ അമ്മ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇത് കുടിക്കാൻ വലിയ പാടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി അത്താഴം പോലും കഴിക്കാനുള്ള സ്ഥലമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ദേവേനി പറയുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മോൾക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ കഴിച്ചാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയാം എനിക്ക് പറ്റത്തില്ല, എനിക്കിപ്പം തന്നെ വയറ് നിറഞ്ഞു പോയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മോള് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവേനെ ഇങ്ങ് പോവുകയാണ്. ആ സമയം തന്നെ നയന ചുറ്റുമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജലജ നേരെ ജാനകിയുടെ അടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഏട്ടത്തിയുടെ സ്വഭാവം ഒട്ടും മനസ്സിലാവുന്നില്ല, എന്താണ് ഏട്ടത്തി കാണിക്കുന്നതെന്ന്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് ഞാൻ വരുന്ന സമയത്ത് മരുമോളെ കഷായം കുടിപ്പിക്കുകയായിരുന്നു, ഞാൻ വന്നതിന് ശേഷം പെട്ടെന്ന് അങ്ങ് ഏട്ടത്തിയുടെ സ്വഭാവം മാറിയതുപോലെ തോന്നി, ഇനി എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ കാണിച്ചതാണോ എന്ന് അറിഞ്ഞുകൂടെ, നമ്മളാരും കാണാതെ ഏട്ടത്തി മരുമോളെ സ്നേഹിക്കുന്നുണ്ടോയെന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ജാനകി പറയുകയാണ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, കാര്യം ഏട്ടത്തിക്ക് മനസ്സിന് പിടിക്കാത്ത മരുമോളെ ഒരിക്കലും ഏട്ടത്തി സ്നേഹിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പറയുകയാണ് ഇപ്പോൾ അവൾ വന്നതിന് ശേഷമാണ് നമ്മളെ ജ്വല്ലറിയൊക്കെ നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുപോകുന്നതെന്ന്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് എന്താ അതിന് മുമ്പ് നമ്മുടെ ജ്വല്ലറി നല്ല രീതിയിലല്ലേ പൊയ്ക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട് അതിന് അവളെക്കുറിച്ച് പൊക്കിക്കൊണ്ട് നടന്ന് പറയുന്നത് ഇവിടെയുള്ള ആണുങ്ങളാണല്ലോ, ആണുങ്ങൾക്കെല്ലാം വട്ടാണെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ്. എന്നിട്ട് ജലജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ ജാനകിയുടെ മരുമകളുടെ അടുത്ത് എന്തെങ്കിലും ചേട്ടത്തി സ്നേഹം കാണിക്കുന്നുണ്ടോ, പഴയതുപോലുള്ള ഒരു സ്നേഹവും ഇപ്പോൾ ഇല്ല, ഇപ്പം ഏത് നേരവും മരുമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ എന്നിട്ട് ജലജ പറയുന്നുണ്ട് ഇപ്പോൾ ജ്വല്ലറി അവളെ കൈയടക്കി കഴിഞ്ഞു, ഇനി മരുമോളെ അമ്മായിയമ്മ കൂടെ സ്നേഹിക്കുന്നതും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ വീടും കൂടെ അവളെ കയ്യിലാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ജലജയ്ക്ക് ദേഷ്യം വന്നിട്ട് ജലജ പോവുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് അബിയാണ് കാണിക്കുന്നത്. അബി ഇങ്ങനെ ഒരു മൊബൈലിൽ പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഈ നവ്യ പോയി കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതിലുള്ള ഏതെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ളതിൽ എന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെ ഇങ്ങനെ അബി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തേക്ക് അബിക്കൊരു ഫോണിൽ കോൾ വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് ഗൾഫ് കോളാണ്. എന്നിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അബി എടുക്കുകയാണ്, അത് ഗൾഫിൽ നിന്നുള്ള ആരാണോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അബിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അനഘ എന്നാണ് പേരെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ട്രാവൽ ഏജൻസിയിലെ അനഘയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് എൻ്റെ വയറ്റിൽ നിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാൻ അങ്ങോട്ട് വരികയാണെന്നൊക്കെ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിക്ക് അങ്ങ് ടെൻഷനായിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത്. മുമ്പ് സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്, അബിയുടെ പെൺകുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഇങ്ങനെ വരാനെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് തന്നെ നവ്യ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, നവ്യ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ, ഏതോ ഒരു പെൺകുട്ടിയാണെന്ന് നവ്യക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ആരാ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പം പറയുകയാണ് പെൺ സുഹൃത്തോ ആൺ സുഹൃത്തോ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ഇത് ആൺ സുഹൃത്താണ്, നിനക്കെന്താ, നിന്നെ ഞാൻ ബോധിപ്പിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു നീ ടെൻഷൻ മാറ്റി തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവർ തമ്മിൽ ഒരു ചെറിയൊരു ഇതുപോലെ വരുന്നുണ്ട്. നീ എന്നെയോ സ്നേഹിക്കുന്നില്ല, ഇനി നിനക്കൊരു കുഞ്ഞ് വരാൻ പോകണം, അതിനെ ഇങ്ങനെ സ്നേഹിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യ പോയി കിടക്കുകയാണ് കേട്ടോ. അബിക്കാണെങ്കിൽ ഈ അനക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അബിക്ക് കിടന്നിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. അബി അങ്ങനെ എണീച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നവ്യ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പം അബി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മുമ്പ് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അനക്ക ഇങ്ങനെ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. നീ നമ്മളെ സ്നേഹിച്ചു, നമ്മൾ കല്യാണമൊന്നും കഴിച്ചില്ല, പക്ഷെ ഒരുമിച്ച് ഹോട്ടൽ മുറിയിലൊക്കെ നമ്മൾ താമസിച്ചു, ഇപ്പോൾ നിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അബി അന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അത് എൻ്റെ കുഞ്ഞാണോ, അത് ഉറപ്പുണ്ടോ, ഇത് എൻ്റെ കുഞ്ഞൊന്നുമല്ല, ഇത് വേറെ ആരുടെയും കുഞ്ഞായിരിക്കും എന്നൊക്കെ ഇങ്ങനെ
ഇങ്ങനെ പറഞ്ഞതൊക്കെ അബി ഇങ്ങനെ ആലോചിക്കണം കേട്ടോ. അപ്പോൾ അബിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പം അനഘ പറയുന്നതെന്ന് വെച്ചാൽ വന്നിട്ട് അബി ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടാണ് അനഘ ഫോൺ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് അബിക്കാണെങ്കിൽ ഒട്ടും ഉറക്കവും ഇല്ല, ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇനി എന്താവും എന്നുള്ളതിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നവ്യ ഉണരുന്നുണ്ട് കേട്ടോ. ഉണർന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ ഉറങ്ങുന്നില്ല, എന്താ കാര്യം എന്നൊക്കെയുള്ള ചോദിക്കുന്നുണ്ട്. നിനക്കിനി ഏതെങ്കിലും പെൺകുട്ടികളെ വിളിച്ചാലേ ഉറക്കം വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ക്ലാഷ് ആവുന്നുണ്ട്. അതിനുശേഷവും അവ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അനഘ ഇങ്ങനെ ദുബായിൽ പോകാൻ നേരത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എനിക്ക് അവിടെ എന്തായാലും ഒരു ജോലി ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ അവിടെ എന്തായാലും ഈ കുഞ്ഞിനെ ഞാൻ അവിടെ വളർത്തുമെന്നും അതിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കും. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഞാനിങ്ങനെ തിരിച്ചു വരുമെന്നും അപ്പോൾ നീ എന്നെ ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അബിക്ക് ഒട്ടും ഉറക്കമൊന്നും വരുന്നില്ല. അബി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.